ഒരിക്കലും ജാസ്മിൻ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയില്ല. കാരണം ദുസ്വഭാവങ്ങളെക്കാളും കൂടുതൽ സ്വഭാവ വൈകല്യങ്ങൾ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്നാമത്തെ കാര്യം, ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. ശരീരത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ജാസ്മിനെ കാണിക്കുന്ന ഒരു സീനിൽ പോലും ഇവർ കൈയും കാലും അടക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും കൈയും കാലും ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഒന്നെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കൈയും കാലും ഇട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജാസ്മിനെ കുറിച്ച് അതിൽ ഒരു ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് കുറച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ജാസ്മിൻ എന്നൊരു വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക, ജാസ്മിനെ വെച്ചിട്ട് ബിഗ് ബോസ് മുതലെടുക്കുകയാണെന്നാണ് പറയുന്നത്. ജാസ്മിൻ്റെ കണ്ടന്റ് വെച്ചിട്ടാണ് മുതലെടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ജാസ്മിൻ്റെ ഇപ്പോൾ ഒരു ഷോ കണ്ടു. അപ്പോൾ നമ്മൾ ജാസ്മിക്കെതിരെ ശത്രുവാണ് എങ്കിൽ നമ്മളിവിടെ വീട്ടിലിരുന്ന് തെറിയും കുറ്റങ്ങളും എല്ലാം പറയും. അപ്പോൾ അത് വീണ്ടും നമുക്ക് കാണാനുള്ളൊരു ടെൻഡൻസി വരും. ഇപ്പോൾ ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടി, അപ്പോൾ അതിന് നാളത്തെ എപ്പിസോഡിലും എന്താണ് കാണുന്നത് എന്നറിയാൻ വീണ്ടും ഓരോരുത്തർ കാണും. അതിനനുസരിച്ച് ഓരോരുത്തർ വീഡിയോ ഇടുന്നുണ്ട് ജാസ്മിനെ കുറിച്ച്. അപ്പോൾ അത് കാണുമ്പോൾ വീണ്ടും എന്തായിരിക്കും ജാസ്മിൻ്റെ ഒരു ഇത് എങ്ങനെ നോക്കി വീണ്ടും ആൾക്കാർ ബിഗ് ബോസ് കാണാനുള്ളൊരു ഇടവരും. അത് ജാസ്മിൻ്റെ ജീവിതത്തെയാണ് ബാധിക്കുന്നത് എന്ന് ജാസ്മിൻ ചിന്തിക്കുന്നില്ല. പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് പോണത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഇത് മാത്രമാണ് നോക്കുന്നത്. ആ ഷോ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളത് മാത്രമാണ് ബിഗ് ബോസ് നോക്കുന്നത്, അല്ലാതെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ജാസ്മിൻ അത് മനസ്സിലാക്കി എടുക്കുന്നില്ല. ജാസ്മിൻ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്, കണ്ടന്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. അപ്പോൾ അത് പറഞ്ഞ് എന്താണ് ജാസ്മിന്റെ ഹൈജീന്റെ കാര്യവും അതെല്ലാം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഹൈജീൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ചെറുപ്പം മുതലേ അതിൽ പറയുന്നുണ്ട്. നമ്മളത് ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് വളർന്നു വരേണ്ട ഒരു ഇതാണ് ഹൈജീന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നഖം കടിക്കുന്നത് ആയാലും ഓരോരോ കാര്യങ്ങളാണെങ്കിലും അവള് മൂക്ക് ചീറ്റി തുമ്മിയിട്ട് ഒരാൾക്ക് ചായ കൊടുക്കുക, അത് കുഴപ്പമില്ല, അത് എന്താണ് ടേസ്റ്റ് കൂടുന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അതൊക്കെ ഹൈജീൻ്റെ ഒരു ഇതാണ്. അതൊക്കെ അവളുടെ എന്താ പറയുക, അവളുടെ ഒരു ഇതാണ്. നമ്മൾ ചെറുപ്പം മുതലേ വീട്ടിൽ നിന്നും വളർന്നു വരേണ്ട സാഹചര്യമാണ് അതെല്ലാം. പിന്നെ എന്താ പറയുക, അവൾക്കൊരു ഒരു രോഗമാണ് ഇത് എന്ന് പറയുന്നത്, ഒരു രോഗമാണ് ഇത്. ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ഒരാൾ മിണ്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ഒരാളുടെ അടുത്ത് ചാടി കയറുക. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ബിഗ് ബോസ് ആണ് അവിടെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളുടെ ആ ഭാവി പോകുന്നു എന്ന് അവൾ ചിന്തിക്കുന്നില്ല. ഇപ്പൊ തന്നെ അഫ്സലിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അവള് കല്യാണം ഉറപ്പിച്ചിട്ട് അകത്തോട്ട് വന്ന ഒരാളാണ്. ഇപ്പൊ അഫ്സലിനെ കുറിച്ച് ചിന്തിക്കുക പോലും അവള് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ നടക്കുന്നത് എന്താണോ അത് മാത്രമാണ് അവള് ചിന്തിക്കുന്നത്. പുറകിലോട്ടുള്ള കാര്യങ്ങളൊന്നും അവള് ചിന്തിക്കണില്ല. അപ്പൊ അതാണ് അവളുടെ ഒരു രോഗത്തിന്റെ ഒരു ഇതാണ്. ഇപ്പൊ ഹൈജീൻ ആണെങ്കിലും അവള് കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളാണെങ്കിലും അവളുടെ അടുത്ത് എന്താ പറയാ, അവൾക്ക് ഒരു ദേഷ്യം, ഒരു വല്ലാത്തൊരു ദേഷ്യം എല്ലാവരോടും. അവൾക്ക് ഒരാളോട് മാത്രം ഇഷ്ടം, ബാക്കിയുള്ളവരോടെല്ലാം ദേഷ്യം, അങ്ങനെയുള്ളൊരു ഇതാണ് അവൾക്ക്. ഗബ്രിയോട് മാത്രം ഒരു അറ്റാച്ച്മെന്റ്, ബാക്കി എല്ലാവരും ഒരു എന്താ പറയാ, ഒരു ശത്രുവിനെ പോലെ കാണുന്ന ഒരു ഇത്. അപ്പൊ അതെല്ലാം അവളുടെ ആ ഒരു വീട്ടിൽ വളർന്നു വന്ന ആ സാഹചര്യത്തിൻ്റെതാണ്. സാഹചര്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാം വളർത്തി കൊടുക്കേണ്ടത്. എന്താ നല്ലതാണെങ്കിലും ഇതെല്ലാം നമ്മളിപ്പം ഒരു കാര്യം ചെയ്തു, അത് നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് തിരുത്തിയാൽ ആ കുഞ്ഞ് വളരുമ്പോൾ അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയുള്ളൂ. ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ആ വൃത്തി അവൾക്ക് ശീലിപ്പിച്ച് കൊടുത്തതാണെങ്കിൽ അത് അതേപോലെ ആ വൃത്തി വന്നിട്ടുണ്ട്. അപ്പൊ കുളിക്കുന്ന കാര്യമാണെങ്കിലും അത് കുളിച്ചാൽ ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ വളർത്തിയെടുക്കണം. ഇതിപ്പോ ഒരാഴ്ചയിൽ 2 ആഴ്ച വേണമെങ്കിൽ അവൾ കുളിക്കാതിരിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പൊ ഇതൊരു രോഗത്തിന്റെ ഒരു ഇത് തന്നെയാണ്. ഇതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിൽ പറഞ്ഞത് ഒരുപാട് തന്നെയാണ്. അതിൽ പറയണത് ബിഗ് ബോസ് എന്താണ്, ബിഗ് ബോസ് ജാസ്മിനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം. അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല ആളാണ്, പക്ഷെ ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് പുറത്തിതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാസ്മിനെ വെച്ചിട്ടാണ് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ അപ്പം മനസ്സിലാക്കണില്ല എന്റെ ഭാവിയാണ് പോകുന്നത് എന്ന് ജാസ്മിൻ മനസ്സിലാക്കണില്ല. അപ്പൊ അതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ എന്തെന്നെയാണെങ്കിലും അത് ഭയങ്കര ഒരു ഇതാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അത് പുറത്ത് ഭയങ്കര ഒരു ഇതായിട്ട് തന്നെയാണ് മാറുന്നത്. അവൾക്ക് ഭയങ്കര നെഗറ്റീവാണ്. ആ നെഗറ്റീവാണ് ബിഗ് ബോസ് നോക്കുന്നത്. ആ നെഗറ്റീവ് ആകും തോറും ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂടും. എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും കാണാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും വരും. പ്രേക്ഷകർ ഓരോരുത്തരും കാണും. ഇപ്പോൾ ഇങ്ങനെ വീഡിയോകളും ജാസ്മിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ബിഗ് ബോസ് കണ്ടു കളയാം. അങ്ങനെ കണ്ട് ഓരോരുത്തർ കാണുമ്പോഴും നമ്മളിവിടെ ഇരുന്ന് കാണുന്ന വീട്ടമ്മമാരും ഇവിടെ ഇരുന്ന കുട്ടികൾ എന്ത് പറയും, ജാസ്മിൻ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തെറികളും ഇതും വിളിക്കും,
എന്താ പറയുക തെറികളും അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ പറയും. അപ്പോൾ അത് മുതലാക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും നമുക്ക് കാണാനുള്ള ഒരു ഇത് വരികയാണ്. വീണ്ടും വീണ്ടും ഇതാണ്. ഇപ്പോൾ എത്രയോ പേര് ഓരോ വീഡിയോകൾ എടുത്ത് നോക്കാം. എന്താണ് ജാസ്മിൻ എന്തെല്ലാം തെറികളെ വിളിക്കുന്നത്, എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജാസ്മിൻ ചിന്തിക്കണില്ല അത് ഇതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ഇതായിട്ടാണ് പറയണത്. അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഷോയാണ് അവളെ ഇതാക്കിയത്. അവൾ നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു യൂട്യൂബർ ആയിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പക്ഷേ അവിടെ കയറിയതിന് ശേഷം അവൾക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് അവിടെ ഓരോ സാഹചര്യങ്ങൾ ബിഗ് ബോസ് ഒതുക്കി കൊടുക്കുന്നു. അവൾക്ക് അത് ആ ദേഷ്യത്തിന്റെ പുറത്ത് അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അത് വെച്ചിട്ട് ബിഗ് ബോസ് മുതലാക്കുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, അവളുടെ ഭാവിയാണ് പോകുന്നത് എന്ന് അവൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊരു ഇതായി. അപ്പോൾ നമുക്ക് അതിൽ പറയുന്ന കുറച്ച് ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കാം. ടീമിന് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ആളി കത്തിക്കാം, എത്രത്തോളം അവരിൽ നിന്ന് കണ്ടന്റ് എടുക്കാം എന്ന് വ്യക്തമായിട്ടുള്ള ഐഡിയ അവർക്കുണ്ട്. നിങ്ങളിൽ പലരും പറയുന്നുണ്ടായിരിക്കും ബിഗ് ബോസ് ജാസ്മിനെ ഫേവർ ചെയ്യുന്നു, ജാസ്മിന് മാത്രം കത്ത് കൊടുക്കുന്നു, ജാസ്മിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു. ശരിക്കും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് ബിഗ് ബോസിന് എന്താണ് പ്രയോജനം? ജാസ്മിന് എത്രത്തോളം കംഫർട്ട് കൊടുക്കാം അത്രത്തോളം കംഫർട്ട് കൊടുത്ത് ജാസ്മിനിൽ നിന്ന് മാക്സിമം കണ്ടന്റ് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ഫ്രസ്ട്രേഷൻ വിറ്റ്, നമ്മുടെ അമർഷം വിറ്റാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയോട് അമർഷം, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളോടും അമർഷം ഉള്ളതുകൊണ്ടാണ് ഓരോ മലയാളിയും കുത്തിയിരുന്നത് കാണുന്നത്. അതിൽ പറയുന്നത് എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും വരെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.